ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറുമ്പോൾ, അതായത് രോഗാണുക്കൾ കയറുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടാവും. അതിലാർക്കും സംശയമില്ലല്ലോ? ഇല്ല. എന്നാൽ നമ്മുടെ മനസ്സിന് വൈറസ് കയറുമ്പോഴാണ്, മനസ്സിന് ആദ്യം വൈറസ് കയറുന്നതിലൂടെയാണ് എന്താ സംഭവിക്കുന്നത്? ശരീരത്തിന് രോഗങ്ങൾ വരുന്നത്. അപ്പൊ അത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാല്, ഞാൻ എപ്പോഴും ഇപ്പം നന്നായിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഗൂഢോത്രം, അതായത് സിഹിർ, മാരണം എന്നൊക്കെ പറയും. അപ്പോ ഇത് എത്രത്തോളം ജനങ്ങളുടെ ജീവിതത്തെ, സന്തോഷവും സമാധാനവുമുള്ള ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ അടങ്ങിയ ഒരു ജീവിതം നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ ഒരു കാലിന്റെ മുക്കാ ഭാഗവും, അതായത് മുട്ടിന്റെ മുകളിൽ കാല് മുറിച്ചു മാറ്റപ്പെട്ട ഒരു പേഷ്യന്റിനെ കാണാൻ പോയി. കുട്ടിക്കാലം മുതൽക്കേ ഒപ്പരം പഠിച്ചതും പഠിച്ചില്ല, കളിച്ചു വളർന്ന ഒരു ആളാണ്. അപ്പൊ അങ്ങനെ കാല് കട്ട് ചെയ്തെന്ന് കേട്ടപ്പോ കാണാൻ പോയതാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ആര് ഒരു രോഗി എന്റെ മുന്നിൽ കിട്ടിയാലും എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ആ രോഗം ഉണ്ടായത് എന്ന് നല്ല നിലക്ക് സ്നേഹത്തോടെ ചോദിക്കും. അപ്പൊ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു, എന്തായിരുന്നു പ്രശ്നം? അപ്പൊ ഷുഗർ കുറയുന്നില്ല, കാലിന് പഴുപ്പ് കുടുങ്ങി. ആദ്യം കാലിന്റെ അടിഭാഗത്താണ് തുടങ്ങിയത്. അങ്ങനെ പഴുപ്പ് കയറി 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 മുട്ടിന്റെ ഭാഗവും കഴിഞ്ഞ് മുകളിലേക്ക് എത്തി കാലിന്റെ മുക്കാ ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ കണ്ടപ്പോ ഒരു വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴും. അതുപോലെ 55 വയസ്സേ ആ വ്യക്തിക്കായിട്ടുള്ളൂ. ഞാൻ വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഷുഗർ വരാനുള്ള കാരണം? അപ്പൊ എന്നോട് ചോദിച്ചു, ഈ കേട്ടില്ലേ എന്റെ കുടുംബ പ്രശ്നങ്ങളൊന്നും? നാട്ടിൽ മുഴുവനും പാട്ടാണല്ലോ, ഈ എന്തേ അത് അറിയാഞ്ഞത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുകയില്ല, എനിക്ക് ഇന്ത്യത മാത്രം ഉണ്ട്, പഠനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംഗതി. അപ്പൊ ആ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ വ്യക്തി പറഞ്ഞത്, സ്വന്തം അനിയൻ തന്നെ സിഹിർ ചെയ്തിട്ടാണ്, അതായത് മാരണം ചെയ്തിട്ടാണ് എനിക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പൊ അതിന്റെ മുന്നേ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ സ്വത്ത് സംബന്ധമായിട്ടൊക്കെ വ്യത്യാസം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഭാഗമായിട്ട് എൻ്റെ കുടുംബ ബന്ധം തകർക്കാൻ, എൻ്റെ ഭാര്യയുടെ ഞാൻ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ എൻ്റെ ഭാര്യനെ ധരിപ്പിച്ച്, അങ്ങനെ ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങൾ ഡൈവോഴ്സിന്റെ ഒക്കെ അടുത്തെത്തി. ഇതൊന്നും ഈ അറിഞ്ഞില്ലേന്ന് ചോദിച്ചിനോട്. അപ്പൊ ഇങ്ങനെ, അപ്പൊ എവിടുന്നാണ് ശരിക്ക് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കയറിയ വൈറസ്? വിശ്വാസം എന്നുള്ളതാണല്ലോ. ശരിക്ക് പഠിച്ച റബ്ബ് നമുക്ക് വിശ്വാസം എന്നുള്ളൊരു സംഗതി തന്നത് ഇങ്ങനെ ജീവിതം തകർക്കാനല്ല, ജീവിതം ഉയർത്തി ഉയർത്തി ആരോഗ്യവും സമ്പത്തും നേടി സമാധാനം സൃഷ്ടിക്കാനാണ് പഠിച്ചവന് ഇത് തന്നത്. ഇനി അതുപോലെ വേറൊരു കേസ്, ഇതുപോലെ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയ രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു വീട്ടില് ആദ്യത്തെ മകൻ വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഡൈവോഴ്സായി. പിന്നെ രണ്ടാമത്തെ മകൻ വിവാഹം കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായി, പ്രസവം കഴിഞ്ഞ് ആ മരുമകൾ മരണപ്പെട്ടു, കുട്ടിയും മരണപ്പെട്ടു. അങ്ങനെ ഇവര് ഭയങ്കര, ആകെ 2 മക്കളേ ഉള്ളൂ, 2 ആൺകുട്ടികളെ ആ വീട്ടിലുള്ളൂ. അങ്ങനെ ഈ ഫാമിലി മൊത്തം ദുഃഖത്തിലാണുള്ളത്. അപ്പോൾ ഇവരോട് ഇനി എവിടെ പോയി നോക്കിയിട്ടാണോ എങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല, ഇവർക്ക് ആരോ സിഹിർ ചെയ്തിട്ടാണ് ഇത്തരം അനുഭവങ്ങൾ ഫാമിലിയിൽ ഉണ്ടാവുന്നത് എന്നാണ് അവരോട് പറഞ്ഞ വിവരം. ഇനി മൂന്നാമത്തെ ഒരു അനുഭവം ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. മൂന്നാമത്തെ അനുഭവം, ഒരു പെൺകുട്ടി, നല്ല 8 പെൺകുട്ടികളും 4 ആൺകുട്ടികളുമുള്ള, 4 അല്ല 5 ആൺകുട്ടികളുള്ള ഒരു ഫാമിലിയിൽ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ചു വളർന്ന് കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് എത്തി.
അപ്പോൾ അവിടെ ഓൾറെഡി ബന്ധുവാണ് ഏട്ടന്റെ ഭാര്യ. ആദ്യം ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഏട്ടന്റെ ഭാര്യ. അപ്പൊ ഈ വ്യക്തി വന്നതിന് ശേഷം ഈ ഏട്ടന്റെ ഭാര്യക്ക് ഭയങ്കര സംശയം, ഇവള് എവിടൊക്കെയോ പോകുന്നുണ്ട്, സിഹിർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 25-30 വർഷമൊക്കെ ആയതിനു ശേഷം വലിയ ജ്യേഷ്ഠന്റെ മകനും മരുമക്കൾ വന്നിട്ട് ഇവരോട് പറഞ്ഞ്, നിങ്ങൾ മാരണം ചെയ്തിട്ട് ഞങ്ങളെ ബിസിനസ് ഒക്കെ തകരാണ്, ഞങ്ങൾക്കൊരു സന്തോഷമില്ല, ഞങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളാണ്, പരാതികളാണ്, രോഗങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്. അതില് ഇത് കേട്ടപ്പോ രണ്ടാളി ഇരുത്തിയിട്ടാ പറയുന്നത്. ഈ മരുമക്കളാണ് വന്ന് പറയുന്നത്. അനിയന്റെ ഭാര്യയും അനിയനും ഉണ്ട്, ഭാര്യയും ഒന്നിച്ച് ഇവര് അടുക്കളയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് സോഫയിൽ ഇരുത്തിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് തകർന്നു പോയി. കാരണം ഒരു ദിവസം പോലും ഒരാളടുത്തും പോവാത്ത ഒരു പെൺകുട്ടിയാണ്. ഇങ്ങനെ ഇതങ്ങോട്ട് കേട്ട സമയത്ത് ഭർത്താവ് ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. കാരണം അവരുടെ ചിന്തയിൽ അങ്ങനെ ഒരു സംഭവം തന്നെയില്ല. അപ്പൊ ശരിക്കിന് ഇത്തരം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ പറയാനുണ്ട്. ഇതിങ്ങനെ പഠനം നടത്തിയപ്പം എന്തുകൊണ്ടോ അങ്ങനത്തെ കേസ് കുറെ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്ക് ഇത്തരം വിഷയങ്ങളൊന്നും നമ്മൾ എവിടുന്ന് കേൾക്കണില്ല, ആരും പറയുന്നില്ല. ഇത്തരം ഒരു വിശ്വാസം എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാണ് എന്നെ ആരോ സിഹിർ ചെയ്തിട്ടാണ് എന്ന് വിശ്വസിച്ചാൽ ഞാൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ആരായിരിക്കും എനിക്ക് സിഹിർ ചെയ്യുന്നത്? ആരാണ് എൻ്റെ കുടുംബത്തിന്റെ ശത്രു? ഇതാണ് പിന്നെ എൻ്റെ ചിന്ത. എന്നിട്ട് ഓലിയും തെരഞ്ഞാണ് ഞാൻ നടക്കല്. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാനൊരു സംശയ കണ്ണോടെയാണ് ഓലെ നോക്കുന്നത്. എന്തോ ചെയ്യാൻ വന്നതാണോ അല്ലെ എന്തിനോ വന്നതാണോ? ഇങ്ങനെ ഈ ശരിക്ക് ശരീരത്തിലേൽക്കുന്ന വൈറസിനേക്കാളും മാരകമായിട്ടുള്ള വൈറസാണ് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഈ ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കി, ഇവിടെ പോയി നോക്കി എന്ന് പറയാന്, നമ്മളെ വഴി തിരിച്ചു വിടാന് എത്രയോ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ വിശ്വാസം കാരണമാണ് എൻ്റെ ലൈഫിൽ വരുന്ന മുഴുവൻ പ്രശ്നങ്ങളും എന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നുവോ അന്നാണ് നമ്മുടെ ലൈഫിൽ മാറ്റം തുടങ്ങിയത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ കുടുംബത്തിന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞ സാമ്പത്തികമായും തകർന്ന് സ്ഥലങ്ങളൊക്കെ വിറ്റ് ചികിത്സക്കായിട്ടും കഷ്ടപ്പാടിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെ ചെന്നപ്പോ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ 3 കുടുംബങ്ങളുടെയും അവസ്ഥ വളരെ ദയനീയമായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാന്, സന്തോഷം ഇതൊക്കെ നഷ്ടപ്പെടാൻ പിന്നെ വേറെ എവിടേക്കും പോവണ്ട. ഇത്തരം വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ പലർക്കും സംശയം ഉണ്ടാവും, എന്താ സിഹിർ ചെയ്താൽ ഫലിക്കൂലേ? സിഹിർ ചെയ്താൽ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അത് വിശ്വസിച്ചാൽ നമുക്ക് ഫലിക്കും. ഞാനൊക്കെ ഇങ്ങനത്തെ ഒരു ഒരു ലോകത്ത് തന്നെയാണ് ഞാനൊക്കെ ജീവിച്ചും വളർന്നത്. അപ്പൊ നമ്മൾ അത് നമുക്ക് ആരോ ചെയ്യുന്നുണ്ട്, ചെയ്താൽ ഫലിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഫലിക്കും. അതിനാണ് വിശ്വാസവും ചിന്തയും ഏതും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നുകൊണ്ട് സൃഷ്ടാവ് നമ്മളെ വിട്ടത്. അപ്പോ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും എന്നെ ആരോ സിഹിർ ചെയ്തിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രോഗത്തെക്കാൾ അധികമായിട്ടുള്ള വൈറസിനെയാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. എൻ്റെ സന്തോഷം സമാധാനം തകരാൻ പിന്നെ എവിടെയും പോവണ്ട എന്നുള്ള ഒരു സത്യം ഉൾക്കൊണ്ടാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തും വിശ്വസിക്കാം. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വിശ്വാസം ഇപ്പോഴത്തെ കാലം പ്രത്യേകിച്ചും പല പ്രശ്നങ്ങളിലൂടെയാണല്ലോ ഓരോ കുടുംബങ്ങളും പോകുന്നത്. കാരണം ആരുടെ ഉള്ളിലും യഥാർത്ഥ ദൈവം ഇല്ല. ഒരു ദൈവവിശ്വാസം, സർവശക്തനായ അള്ളാഹുവിനുള്ള, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയിലുള്ള വിശ്വാസം ആരുടെ മനസ്സിലും ശക്തമായിട്ടില്ല.
ശക്തമായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരം വിശ്വാസങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കൂല. ഈ വിശ്വാസങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ലോകത്തും പരാജയം തരുന്നത്, മറു ലോകത്തും പരാജയം തരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആരും പിന്നെ ഇതിന്റെ ബാക്കിൽ പോകൂല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ മാനസികമായി തകർന്ന് സന്തോഷം കണ്ടെത്താനാവാതെ രോഗങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അത് മാത്രല്ല, ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് വേണ്ടാത്ത വിശ്വാസങ്ങൾ ഉണ്ടാവും. ഒരാളൊരു വെള്ളം തന്നാല് മര്യാദക്ക് വിസ്മീൻ ചൊല്ലി കുടിക്കാൻ കഴിയൂല, ഓല അതിൽ കൈവശക്ടണോ എന്നുള്ള ചിന്ത വരും. രണ്ടാൾക്കാര് മാറി നിന്ന് നമ്മളെ മുന്നിൽ നിന്ന് എന്തേ സംസാരിക്കുകയാണെങ്കിൽ എന്നെ പറ്റി കുറ്റം പറയുകയാണ്. ഇവരുടെ മനസ്സ് ലോ ലെവലിലേക്കാണ് പിന്നെ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവും. അതിനനുസരിച്ച് പ്രായം മുന്നോട്ട് പോകും തോറും രോഗങ്ങൾ കൂടെ വരും. കാരണം രോഗാണുവിനേക്കാൾ വലിയ വൈറസ് മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അതിനെ നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ ഈ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും എന്തുകൊണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആരൊക്കെയോ വേദനിപ്പിച്ചതിന്റെ റിസൾട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ നന്നാവും. ഈ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അവരങ്ങനെ ചെയ്തിട്ടാണ്, അല്ലെ ഇവരിങ്ങനെ ചെയ്തിട്ടാണ്, അവരെനിക്കെതിരെ ഇടയ്ക്കയോ പോകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം ദുർബലമായി വിശ്വാസങ്ങളൊക്കെ ഈ സമാനമായ അനുഭവങ്ങൾക്ക് ഇപ്പൊ നമ്മളെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ, തുടർന്ന് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളായിക്കൊണ്ട് തകർന്ന ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ആരുടെങ്കിലൊക്കെ ഉള്ളിൽ ഇത്തരം വിശ്വാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ, തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കറകളഞ്ഞ് അതിൽ നിന്ന് മോചനം നേടിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും ശരിക്കും നമ്മൾ ഒരു തലത്തിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ ഉയർത്താനും, സാമ്പത്തികമായിട്ടൊക്കെ തകർന്നവരാണെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആരൊക്കെ ചെയ്തിട്ടല്ല നമ്മുടെ സമ്പത്ത് തകരുന്നത്. നമ്മുടെ സമ്പത്ത് തകരുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻ മുന്നിലുണ്ട്. നല്ല നല്ല മാർഗങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ വിജയം വരിക്കാനാണ് എൻ്റെ ഈ സാമ്പത്തിക പരാജയം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വൈറസുകൾ കയറിയിട്ടുണ്ട്, രോഗാണുക്കൾ ശരീരത്തിന് ബാധിക്കുന്ന രൂപത്തിൽ എൻ്റെ മനസ്സിന് വൈറസുകൾ ഉണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ സമാധാനം തകരുന്നത് എന്ന സത്യം മനസ്സിലാക്കി ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മളെ തന്നെ സംസ്കരിക്കാൻ തയ്യാറായാൽ ഓരോരോ പ്രശ്നങ്ങൾ സോൾവായി നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മുടെ എനർജി, നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളെ എനർജി പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആവും. ആത്മശക്തി നല്ലോണം നെഗറ്റീവ് ആവും, കറുത്ത് വരും ഉള്ളില്. പിന്നെ ഒരു നല്ലൊരു വെളിച്ചം, ഉള്ളിലേക്കൊരു വെട്ടം ഒട്ടും തന്നെ ഉണ്ടാവൂല. കറുത്ത് എല്ലാം സംശയങ്ങളായി നമ്മളെ നോക്കുന്നവരെ വരെ, സ്നേഹത്തോടെ നമ്മളെ നോക്കുന്ന ആളുകളെ വരെ വെറുപ്പിച്ച് നമ്മുടെ ജീവിതം നരകതുല്യം, ഇവിടുന്ന് തന്നെ നരകതുല്യാവും. പിന്നെ ഇപ്പൊ അവിടെ നിന്നുള്ളത് പറയാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല വിശ്വാസങ്ങളെ നമ്മൾ നിലനിർത്തുക, നല്ല വിശ്വാസങ്ങളുടെ ബാക്കിൽ നമ്മൾ പോവുക. അപ്പോൾ വിശ്വാസം ശരിയാവുമ്പോൾ ചിന്തയും ശരിയാവും. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. നമ്മളുമായിട്ട് പെരുമാറുന്ന, ചിലപ്പോൾ നമ്മളെ കുടുംബക്കാരനായിരിക്കും, സ്വന്തം ജ്യേഷ്ഠനായിരിക്കും, അല്ലെ അനിയനായിരിക്കും, അല്ലെ പെങ്ങന്മാരായിരിക്കും. അപ്പോ ഞാനൊക്കെ ഇത്തരം ലോകത്ത് നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചുറ്റിലും ഇങ്ങനത്തെ ആളുകളാണുള്ളത്. ഞാൻ കല്യാണം കഴിച്ചു പോകുന്ന സ്ഥലമല്ല, ഞാൻ ജനിച്ച നാട്ടിലും പ്രദേശങ്ങളിലും എൻ്റെ ബന്ധുക്കളുമായിക്കൊണ്ടുള്ളതാ പറയുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒന്നും വിശ്വസിക്കാത്തതുകൊണ്ട് എനിക്കൊന്നും അവിടെ പറ്റലുമില്ല. ഞാൻ എന്ത് വന്നാലും അങ്ങനത്തെ ഒരു വിശ്വാസം കൊടുക്കലുമില്ല.
പലരും ശ്രമിക്കാറുണ്ട് എന്നെ ഇതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഫലിക്കും എന്നുള്ള രൂപത്തിൽ എത്രയോ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കിതൊന്നും വിശ്വാസമല്ല എന്ന് പറയുമ്പോൾ ഖുറാനിൽ പറയുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഏത് വിശ്വാസം സ്വീകരിക്കാം. നമുക്ക് വളരാൻ ഉപകരിക്കുന്ന, നമുക്ക് സന്തോഷം നിലനിർത്താൻ കഴിയുന്ന, സമാധാനം നിലനിർത്താൻ കഴിയുന്ന, ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന ഏത് വിശ്വാസമാണോ അതാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. എന്നെ തകർക്കുന്ന, എന്റെ സമാധാനത്തെ നഷ്ടപ്പെടുന്ന, എന്നെ രോഗിയാക്കുന്ന രൂപത്തിലുള്ള ഒരു വിശ്വാസത്തെയും ഞാൻ സ്വീകരിക്കാറില്ല. അതുകൊണ്ട് ഇത്രയും ഈ അവസ്ഥയിലും ഒരു മരുന്നിന്റെ ബാക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിനും വേണ്ടി പോവേണ്ട ഒരു ആവശ്യവും ഉണ്ടാവാറില്ല. പിന്നെ അത്ഭുതകരമായി കൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ ഒരു സാധനം അവിടെ വെച്ചല്ലോ, ഇവിടെ ഇവിടെ ഇനിയും ആ മനസ്സൊരൊറ്റ വട്ടം ചോദിക്കുമ്പോൾക്ക് കറക്റ്റ് ഉള്ളെന്ന് പറഞ്ഞു തരും. ഇന്ന സ്ഥലത്തുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, യാദൃശികമായിട്ട് കയ്യിൽ ആ സംഗതി നേടുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ അത്ഭുതമുള്ള ഒരു സന്തോഷം നിറഞ്ഞ സമാധാനമുള്ള ഒരു ജീവിതമാണ് സൃഷ്ടാവിന്റെ അനുഗ്രഹത്താൽ, ആ സർവശക്തന്റെ അനുഗ്രഹത്താൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തന്ന ഈ എനർജിക്ക് തന്നെ ഈ ആത്മശക്തി എന്നൊരു സംഭവമുണ്ട്. ഈ ശക്തി വർക്ക് ചെയ്യൂല ഇത്തരം വിശ്വാസങ്ങൾ നമ്മൾ പുലർത്തുമ്പോൾ. ആരോ ചെയ്തതാണ്, അല്ലെങ്കിൽ എനിക്ക് ശത്രുണ്ട്, എനിക്ക് കണ്ണേറാണ്, അതാണ്, ഇതാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലങ്ങോട്ട് നമ്മളെ ചിന്ത പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടാവ് തന്നിട്ടുള്ള ആ ബ്ലെസ്സിങ്, ആ എനർജി പവർ ലോ ആയിട്ട് മാറും, കുറഞ്ഞു പോകും. അപ്പൊ നമുക്ക് മനസ്സിന് സ്ട്രോങ് ഇല്ലാതെ നമ്മളെ മനസ്സിന്റെ ആ അവസ്ഥ താന്ന് കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്തരം വിശ്വാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ആരും പേടിക്കാനില്ല, പടച്ചോനെ മാത്രം പേടിക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ ഭൂമിയിൽ നമുക്ക് ആരെയും പേടി ഉണ്ടാവില്ല. ഇനി നമ്മളെ കയ്യിലേക്ക് വിഷം നമുക്ക് തന്ന പോലും നമ്മള് ആ സംഗതിയിൽ നമ്മൾ ആ വിൽ പവർ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അത് വർക്ക് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം, എന്തോ ഒരു പവർ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ നമ്മളെ സൃഷ്ടാവ് അനുഗ്രഹിച്ച് നൽകിയ ഓരോ വ്യക്തിയുടെയും ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉദരത്തിൽ വെച്ച് സയൻസ് പറയുന്നത് കുംബീജവും അണ്ടവും ചേരുന്ന ആ സന്ദർഭത്തിൽ റൂഹ് ലഭിക്കുന്നുണ്ട്, ജീവനം കിട്ടുന്നുണ്ട്. മതം പറയുന്നത് 4-ാം മാസത്തിൽ നമുക്ക് റൂഹ് വരുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് 4 മാസത്തിന്റെ മുന്നേ അബോർഷനാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ മതപരമായിട്ടുള്ള പാലിക്കാറില്ല. ഒന്ന് വെള്ളമൊഴിച്ച് കൈകാര്യം ചെയ്യലാണ്, നിസ്കരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു വർഷം. അപ്പൊ ആ എനർജി പടച്ചോൻ തരുമ്പോ അതിന് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പൊ ഇത്തരം വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ അത് വീക്കാവുകയും ആ കഴിവിനെ പറ്റി നമ്മൾ ചിന്തിക്കാതെ, ഇപ്പൊ നമുക്കൊരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് രാത്രി കിടക്കുന്ന സമയത്ത് അഫർമേഷൻ കൊടുത്ത് നമ്മുടെ മനസ്സിൽ ആരോടോ വെറുപ്പോ ദേഷ്യമോ ഇത്തരം വിശ്വാസങ്ങളോ ചിന്തകളോ ഉണ്ടോ എന്ന് സ്വയം അവലോകനം നടത്തി നമ്മൾ മൈൻഡിനെ ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് ആ വേദനയും കാര്യങ്ങളൊക്കെ പോകും. ഈ ഉപബോധ മനസ്സിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട്. കാരണം അതിന് കണക്ഷൻ സുപ്പീരിയർ പവറുമായിട്ട്, പടച്ചവനുമായിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള എനർജിക്ക് കണക്ഷൻ. നമ്മുടെ ലോ ആവുമ്പോൾ, നെഗറ്റീവ് ആവുമ്പോൾ, ഇത്തരം വിശ്വാസങ്ങളൊക്കെ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ലോ അവസ്ഥയിലാണ് പിന്നെ വർക്ക് ചെയ്യല് നമ്മളെ എനർജി. എന്നിട്ട് പിന്നെ നമ്മൾ പറയും എനിക്ക് ഒന്നിനും താല്പര്യമില്ല, ഒന്നിനും ഉഷാറില്ല, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന സത്യം മാത്രം നമുക്ക് മനസ്സിലാവാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഉപബോധ മനസ്സിന്റെ കഴിവ് സൃഷ്ടാവ് അനുഗ്രഹിച്ച് നൽകിയ അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വിശ്വാസവും നല്ലതാവണം, നമ്മുടെ ജീവിത രീതികളും നല്ലതാണ്. അപ്പൊ നമുക്ക് മറ്റൊരു ജീവിതമാണ് സൃഷ്ടാവിന്റെ അനുഗ്രഹത്താൽ ലഭിക്കുക. എപ്പോഴും പടച്ചോനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിന്? ഈ അനുഗ്രഹീത ജന്മം ലഭിച്ചതിന് നന്ദി.
അതുപോലെ ഓരോന്നും ഓരോ സംഗതികൾക്കും നമുക്ക് ഇങ്ങനെ നന്ദി പറയാനുള്ള ഓർമ്മയും അതിനനുസരിച്ചുള്ള ഒരു സന്തോഷവും മനസ്സിന് കുളിർമയും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ വിശ്വാസത്തിൽ വല്ല വൈറസും കയറിയിട്ടുണ്ടോ, എന്റെ വിശ്വാസം ശക്തമാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കാം. അപ്പൊ ഇതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ, മനോഹരമായ ഒരു ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും. ഓക്കെ.